ഭഗവതേ വാസുദേവായ. ദശകം 18 പൃഥുചരിതം. ശ്ലോകം 1-2. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ വ്യജനിസുതഃ സവേന നാമാ യദ്ദോഷവ്യഥിതമതിഃ स രാജവർയസ്ത്വത്പാദേ നിഹിതമനാവനംഗതോऽഭൂത്. പാപോപി ക്ഷിതിതലപാലനായ വേന പൗരാദ്യൈരുപനിഹിതഃ കഠോരവീര്യഃ. സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത്. ജാതസ്യ ധ്രുവകുലേ ഏവ തുംഗകീർത്തേഃ അംഗസ്യ. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ വ്യജനി സുതഃ സഹ വേനനാമ സവേനനാമ യദ്ദോഷവ്യഥിതമതിഃ സഹ രാജവർയഃ ത്വത്പാദേ स രാജവർയത്വത്പാദേ നിഹിതമനാഃ വനം ഗതഃ അഭൂത്. നിഹിതമനാവനം ഗതോऽഭൂത്. പാപഃ അപി ക്ഷിതിതലപാലനായ വേനഃ പൗരാത്യൈഃ ഉപനിഹിതഃ കഠോരവീര്യഃ. സർവേഭ്യഃ നിജബലം ഏവ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാനി അയം യജനാന്യയം ന്യരൗത്സീത്. ഹരേ കൃഷ്ണ. 18வது ദശകം പൃഥുചരിതം. அதில் இந்த பிருது ധ്രുവനോട് அந்த ராஜவம்சத்தில் வரப்பட்ட ஒரு ராஜா ஆகும் பிருது. பிருது பகவான் விஷ்ணுவோட அம்சம். ஆனால் அந்த பிருது வரத்துக்கு முன்னாடி அதே பரம்பரையில் வந்த வேனனோடு கதை ആദ്യത്തെ 3 ശ്ലോകങ്ങളിലെ ചൊല്ലുക. ധ്രുവകുലേ ഏവ ജാതസ്യ തുംഗകീർത്തേഃ. ധ്രുവനോட കുലത്തിൽ பிறந்த ரொம்ப பிரசித்தனான அங்கன்கிற ராஜாவு. அவருக்கு വേനനാമാ സഹ സുതഃ വ്യജനി. വേനൻകിற പേരിൽ ഒരു പുത്രൻ ഉണ്ടാനാൻ. യദ്ദോഷവൃഥിതമതിഃ സഹ രാജവർയഃ ത്വത്പാദേ നിഹിതമനാഃ വനം ഗതഃ അഭൂത്. அந்த அங்கன்கிற ராஜாக்கு வேனன்கிற புத்திரன் பிறந்ததில் மனசுக்கு ரொம்ப கஷ்டம் கஷ்டத்தினால அவர் தன்னோட ராஜ்யம் எல்லாத்தையும் விட்டு കാട്ടിൽ പോയി ഭഗവാന് തന്നോട് മനസ്സ് ഭഗവാനിൽ അർപ്പണം பண்ணி அப்படி കാട്ടിൽ ഇരുന്നാരാം. ഇപ്പോൾ ഭാഗവതത്തിൽ എന്നെ ചൊല്ലുവാന്നാ ഒവ്വൊരുത്താളെയും കാട്ടി ഇതുമാതിരി ഇരിക്കണം ചൊല്ലിയിട്ട് നമ്മൾ എക്സാമ്പിൾ ചൊല്ലുவோம்ல. ഇതുമാതിരി ഇരിക്കപ്പെടാതുங்கிறதுக்கு ഒരു എക്സാമ്പിൾ ആക്കും இந்த വേനൻ. എന്നിട്ട് இந்த അങ്കൻകര രാജാ പുറത്തെ അവർ ചൊല്ലുവരാം, പുത്രൻ ഉണ്ടാഹർദാനാന സത്പുത്രനാ ഉണ്ടാഹണം. സത്പുത്രൻ ഇല്ലയാനാൽ എന്നോട് മാതിരിയായിരിക്കും ഗതി அப்படிங்கிறது சொல்கிறார். அது என்னத்தினாலனா அந்த வேனன் அப்படி ஒரு ദുഷ്ട കഥാപാത്രം அப்படின்னு சொல்லலாம்.
എല്ലാവർക്കും കഷ്ടം കൊടുക്കപ്പെട്ട ഒരു കഥാപാത്രനാക്കും എന്താ വേനൻ. ഭക്തോത്തമനാന ധ്രുവനോട് കുലത്തിലെ ആക്കും இந்த மாதிரி நாஸ்திகனான ஒரு வேனன் வந்து பிறந்தான். அதுக்கு இன்னொரு வசம் என்ன சொல்லுறதுன்னா, இப்படி ஒன்று உண்டானப்போ அந்த ராஜாவுக்கு ரொம்ப சந்தோஷமாச்சான் அங்கனுக்கு. என்னத்தினாலன்னா, குழந்தை ரொம்ப அன்பா ஆசையாக இருந்தானே அந்த வீடை விட்டு ஒராளுக்கும் போக தோணாது இல்லையா. அதிலே அந்த பாசம் பந்தம் இருந்துட்டே இருக்கும். இந்த மாதிரி ஒரு துஷ்டனா வந்து பிறந்தப்போ ராஜாவுக்கு வீடை விட்டு இறங்கி போகிறதுக்கு ஒரு கஷ்டവും இருக்கலையாம். அவரை பாட்டுக்கு இறங்கி கிளம்பி போயிட்டாராம். പാപഃ അപി കഠോരവീര്യഃ. ദുഷ്ടനാനാ കൂടി ரொம்ப ഒരു ശക്തനാன ആളായിരുന്നത് ആര്? എന്താ വേനൻ. ക്ഷിതിതല പാലനായ പൗരാദ്യൈഹി ഉപനിഹിതഃ അയം വേനഃ സർവേഭ്യഃ നിജബലം ഏവം പ്രശംസൻ. அவனுக்கு இருந்த சக்தியை அங்குள்ள ஜனங்களெல்லாம் ரொம்ப சொல்லியிருந்த ஆளாம். എന്നാ ரொம்ப ദുഷ്ടനാ ഇരുന്നത്. മുനിമാരിട്ടെല്ലാം ഇതൊന്നും മണ്ണവിട മാട്ടാൻ, ഇത് യാഗങ്ങളോ ഹോമങ്ങളോ ഒന്നും ചെയ്യവിട മാട്ടാൻ നിങ്ങളെല്ലാവരും എന്നെ പ്രശംസ പണ്ണുങ്കോ, നാനാക്കൻ രാജ. എന്താ ഹിരണ്യാക്ഷനോടെല്ലാം കഥ ചൊല്ലുവാളെ, ഹിരണ്യായ നമഹാലി ചൊല്ലുവാലിട്ട് അതേമാതിരി ഒരു കഥാപാത്രമാക്കും വേനനും. ഭൂമിയിൽ ആര് രാജാവോ അവളാക്കും രാജാവാക്കും ദൈവം, കാണപ്പെട്ട ദൈവമാക്കും രാജാവ്. അപ്പം അതിനാൽ നിങ്ങൾ രാജാവത്താൻ എപ്പോഴും പ്രശംസ പണ്ണലാം, പൂജ പണ്ണലാം, വേറെ ഒരു ദൈവം കിടയാത്. ഇപ്പോഴും ചൊല്ലിന്തിരുന്നാൽ കൂടി അവൻ വന്ന് നല്ല ശക്തി ഇരുന്നതാം. ആരവൻ്റെ ചണ്ടയ്ക്ക് വന്നാലും എല്ലാവരെയും അടിച്ചു പൂട്ടുവിടുവൻ. അപ്പം അത്ര ശക്തി ഇരുന്നതെന്നാൽ അങ്ങ് വേറെ ആരും ഒരു കളവോ ഇതോ അതൊക്കൊന്നും വേറെ ആരും വരമാട്ട. രാജാവേ പെരിയ കള്ളൻ, അതുക്ക് മേലെ വേറെ കളവ് നടത്താത്തക്ക് ആരും വരമാട്ട. ഭൂചക്രേ തവ യജനാനി നിരൗത്സീത. ഭൂമിയിലെങ്കയും യാഗാദി കർമ്മങ്ങളൊന്നും ഇല്ലായ്ക്ക് അതെല്ലാം മുടങ്ങിയിരുന്ന കാലമാക്കും இந்த വേനനോട് കാലം. ഇനി വേനനോട് ബാക്കി കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ பார்க்கலாம்.